സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 8-ാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ 2 ഇതിഹാസങ്ങളാണ് രാമായണം, മഹാഭാരതം. മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ് ഗീതോപദേശം. അതുപോലെ പ്രാധാന്യമർഹിക്കുന്നതാണ് രാമായണത്തില് അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗം. ലക്ഷ്മണോപദേശം 3 കാണ്ഡങ്ങളിലുണ്ട്. അത് അയോധ്യാകാന്ഡത്തിലുണ്ട്, ആരണ്യകാന്ഡത്തിലുണ്ട്, കിഷ്കിന്ധാകാന്ഡത്തിലുണ്ട്. അപ്പോൾ അതിൽ 1-ാമത്തെ ഉപദേശം അയോധ്യാകാന്ഡത്തിലാണ്. 2-ാമത്തേത് ആരണ്യകാന്ഡത്തില് മുക്തിമാർഗോപദേശം എന്ന പേരിലുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തില് ക്രിയാമാർഗോപദേശം എന്ന പേരിലും ഉണ്ട്. മഹാഭാരതത്തിൽ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോടാണ് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്. അതുപോലെ രാമായണത്തിൽ ക്രോധം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് ഓരോരുത്തരോടുമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉപദേശം നടത്തുന്നത്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ കേരള ജനതയോട് ഉള്ള ഉപദേശമായിരിക്കാം. ഇനി അതിനെയൊക്കെ അതിജീവിച്ച് കാലാതിവർത്തിയായി ഈ ഒരു ഗ്രന്ഥം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ ജനങ്ങളോടുള്ള ഉപദേശം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലക്ഷ്മണോപദേശം മനസ്സിലാക്കാതെ ഒരിക്കലും രാമായണത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ സന്ദർഭം നമുക്കെല്ലാം അറിയാം. ശ്രീരാമൻ്റെ അഭിഷേക വിഘ്നം അറിഞ്ഞിട്ട് വളരെ ക്രോധത്തോടുകൂടി ലക്ഷ്മണൻ, ഞാൻ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം നടത്തും, അതിനി അച്ഛനെയോ അച്ഛൻ്റെ പരിപന്ധികളെയോ ഇവരെയെല്ലാം അന്തകൻ വീട്ടിന് അയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊരു ലോകോക്തി കൂടി, അല്ലെങ്കിൽ ലോകോക്തി എന്ന രീതിയിൽ ലക്ഷ്മണൻ പറയുന്നുണ്ട്, കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. കാര്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ആചാര്യൻ പോലും ശാസിക്കപ്പെടേണ്ടവനാണ്. ഇനി അച്ഛനാണ് ഇങ്ങനെ ജ്യേഷ്ഠനെ വനത്തിലേക്ക് വിടാൻ നിശ്ചയിച്ചതെങ്കിൽ അച്ഛനായാലും ശാസനം കൂടിയേ തീരൂ എന്ന അർത്ഥത്തിലാണ് ലക്ഷ്മണൻ അത് പറയുന്നത്. അപ്പോ ആശാന് പിഴയ്ക്കാൻ പാടില്ല എന്ന് നമ്മൾ നാടൻ ചൊല്ലിൽ പറയാറുണ്ട്. ആശാൻ പിഴച്ചാൽ ഏത്തമില്ല എന്നും ചിലർ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ആശാന് പിഴവ് പറ്റാൻ പാടില്ല, ആചാര്യന് പിഴവ് പറ്റാൻ പാടില്ല. കാരണം മറ്റുള്ളവരെ നയിക്കുന്നവനാണ് ആചാര്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ക്രോധത്തോടുകൂടി ആയുധമെടുത്തുകൊണ്ട് പുറപ്പെടുന്ന ലക്ഷ്മണനെ വളരെ സ്നേഹപൂർവം ആദ്യം ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നു. തുടർന്ന് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുവർത്തിക്കേണ്ട കാര്യങ്ങളെയെല്ലാം ഉപദേശരൂപേണ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നതല്ല ശരി എന്ന് ലക്ഷ്മണോപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാവും. വളരെ വാത്സല്യത്തോടുകൂടി സുമിത്രയുടെ മകനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണോപദേശം ആരംഭിക്കുന്നത്. കാരണം സുമിത്ര രാമായണത്തിലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്.
വളരെ ചെറിയ സന്ദർഭങ്ങളിൽ മാത്രമേ സുമിത്ര രംഗത്ത് വരത്തുള്ളൂ എങ്കിലും രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ആയിട്ടുള്ള രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചു വിട്ട സുമിത്ര, ഒരുപക്ഷെ കൗസല്യ വളരെയധികം വിഷമിക്കുന്നുണ്ട് തൻ്റെ മകൻ രാമൻ വനത്തിലേക്ക് പോകുന്നതിന്. കൈകേയി ഭരതനെ രാജാവാക്കാൻ വേണ്ടി ഒരുപക്ഷെ കുതന്ത്രങ്ങൾ മന്ധരയുടെ പ്രേരണ കൊണ്ട് മെനയുന്നവളായി മാറുന്നുമുണ്ട്. എന്നാൽ സുമിത്ര ഇതിലൊന്നും പെടുന്ന ആളല്ല. തൻ്റെ മകൻ ലക്ഷ്മണൻ ഒരിക്കലും വനത്തിലേക്ക് പോകണം എന്ന് ദശരഥൻ നിർദ്ദേശിച്ചിട്ടില്ല. സുമിത്രയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, എൻ്റെ മകൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അവനെ ഞാൻ വിടുന്നില്ല. അങ്ങനെയല്ല. ലക്ഷ്മണനോട് പറഞ്ഞെന്താണ്? നീ പോയാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ഈ 14 വർഷവും നീ ജ്യേഷ്ഠനെ കാണേണ്ടത് അച്ഛനായിട്ടാണ്, സീതയെ കാണേണ്ടത് അമ്മയായിട്ടാണ്. ഇനി നിന്റെ അയോധ്യ ആ കാടാണ്. ആ കാടിനെ എന്തായി കാണണം? അയോധ്യയായി കാണണം. എത്ര മനോഹരമായ ഒരു ഉപദേശമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ സുമിത്ര എത്രത്തോളം മഹത്വമുള്ളവളായിരിക്കണം. മാതാവിൻ്റെ മൂർധന്യഭാവമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള സുമിത്രയുടെ മകനാണ് നീ. പലരും പല ഗുരുത്തക്കേടുകളും കാണിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നീ ഇന്നാളിൻ്റെ മോനല്ലേ എന്ന് പറയുമ്പോൾ അല്പം അടങ്ങും. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഇവിടെ സൗമിത്രയെ, ലക്ഷ്മണ എന്നല്ല വിളിച്ചത്, സൗമിത്രയെ എന്ന് വിളിച്ചത്. സുമിത്രയുടെ മകനെ, നിന്റെ മത്സരാദികളൊക്കെ വെടിഞ്ഞ് നോക്കുക. നമ്മളെല്ലാവരും 6 ശത്രുക്കൾക്ക് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും നമുക്ക് ഓരോരുത്തർക്കും, അല്ലേ? പെർ ഹെഡ് 6 എനിമീസ്, 6 ശത്രുക്കളുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെ 6 ശത്രുക്കളാണ്. ഷഡ്വൈരികൾ എന്ന് പറയും. മത്സരാദികൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 6 വരും. ഇതിനെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു. ഭഗവത്ഗീതയില് 2-ാം അധ്യായത്തില് 62, 63 ശ്ലോകങ്ങളിലായിട്ട്, ഒരുപക്ഷെ ഗീത പഠിച്ചവർക്കറിയാം. ഗീത പഠിച്ചിട്ടില്ലാത്തവര് ഈ പ്രഭാഷണം കേട്ടാൽ ഉടൻ തന്നെ പോയി ഭഗവത്ഗീത മറിച്ചു നോക്കുക. 2-ാം അധ്യായത്തിലെ 62, 63 ശ്ലോകങ്ങളിലായിട്ട് അർജുനനോടായിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസ സംഗഃ തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളില് ഈ ഷഡ്വൈരികൾ സ്ഥാനം പിടിക്കുന്നത്? ഏതെങ്കിലും ഒരു വിഷയത്തെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വിഷയമെന്ന് പറയുമ്പോൾ ശബ്ദ, സ്പർശ, രൂപരസഗന്ധങ്ങൾ, ഇതാണ് വിഷയം. പഞ്ചവിഷയങ്ങൾ, പഞ്ചതന്മാത്രകൾ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ലളിതാ സഹസ്രനാമത്തിലെ പഞ്ചതന്മാത്ര എന്നാണ് പറയുന്നത്. പഞ്ചതന്മാത്ര സായകായൈ നമഃ എന്നൊരു മന്ത്രം തന്നെ അതിലുണ്ട്. അപ്പോ ഈ പഞ്ചവിഷയങ്ങള് നമ്മൾ ശബ്ദം കൊണ്ട് കേട്ടതും, സ്പർശം കൊണ്ടറിഞ്ഞതും, രൂപം കൊണ്ട്, അതായത് രൂപം കണ്ണുകൊണ്ട് കണ്ടതും, നാവ് കൊണ്ട് രുചിച്ചതും, അതാണ് രസം. മൂക്കുകൊണ്ട് മണത്തതും, അല്ലേ? കണ്ടതും കേട്ടതും തൊട്ടതും മണത്തതും രുചിച്ചതുമായ അതിൽ നമുക്ക് ആ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അതിനോട് നമുക്കൊരു സംഘമുണ്ടാവും, ഒരൊട്ടലുണ്ടാവും, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അങ്ങനെ സംഘമുണ്ടായാൽ എന്താണ് അതിൻ്റെ പരിണിത ഫലം? സംഗാത് സംജായതേ കാമ. ആ സംഘത്തിൽ നിന്ന് കാമം എന്ന് പറയുന്ന, ആഗ്രഹം എന്ന് പറയുന്ന 1-ാമത്തെ ശത്രു അവിടെ ജനിക്കും. ആഗ്രഹിച്ചതെല്ലാം പലപ്പോഴും നിറവേറ്റപ്പെടാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ ആഗ്രഹിച്ചത് നിറവേറ്റപ്പെടാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ക്രോധമുണ്ടാവും. അവിടെയാണ് ക്രോധത്തിൻ്റെ ജനനം. കാമാത് ക്രോധഃ അഭിജായതേ. ഭഗവത്ഗീതയിൽ അങ്ങനെയാ പറയുന്നത്.
കാമത്തിൽ നിന്നാണ് ക്രോധം എന്ന് പറയുന്ന രണ്ടാമത്തെ വൈരി നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്. ഇനി കാമം ആഗ്രഹിച്ചത് നമ്മൾ നേടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കുഴപ്പമുണ്ട്. നേടിയത് നമ്മൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യില്ല, പങ്കുവയ്ക്കപ്പെടുകയില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ആ കൊടുക്കാതിരിക്കുന്നത് ഒരു ശത്രുവാണ്. അതാണ് മോഹമെന്ന് പറയുന്നത്. അതവിടെ അണ്ടർസ്റ്റുഡാ. മോഹമല്ല, ലോഭം എന്ന് പറയുന്നത്. ലോഭം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടും മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുന്നത്, അതാണ് ലോഭം. അപ്പം ആഗ്രഹിച്ചത് നിവർത്തിച്ചാൽ ലോഭമുണ്ടാവും, ആഗ്രഹിച്ചത് നിവർത്തിച്ചില്ലെങ്കിൽ ക്രോധമുണ്ടാകും. അപ്പോൾ 3 വൈരികൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ഇനിയോ ക്രോധമുണ്ടായി, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം അറിയാം. നമുക്ക് പിന്നെ കണ്ണ് കാണത്തില്ല. മുമ്പിൽ നിൽക്കുന്ന ആരാണ്, അച്ഛനാണോ അമ്മയാണോ സഹോദരങ്ങളാണോ സഹോദരിയാണോ ഭാര്യയാണോ മക്കളാണോ, ഇതൊന്നും ചിന്തിക്കത്തില്ല. ചിന്തിക്കാതെ പ്രവർത്തിക്കും. അങ്ങനെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന, തിരിച്ചറിവില്ലാതെ പ്രവർത്തിക്കുന്ന ആ ഒരു സ്വഭാവത്തെയാണ് മോഹമെന്ന് പറയുന്നത്. തെറ്റിദ്ധാരണ, ശരിയായ ഒന്നിനെ തെറ്റായി ധരിക്കുന്നതിനെയാണ് മോഹം. അല്ല, മോഹം എന്ന വാക്കിന് ആഗ്രഹം എന്നല്ല അർത്ഥം. അതാണ് ഇവിടെ ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധത്തിൽ നിന്ന് മോഹമുണ്ടാവുന്നു. തെറ്റിദ്ധാരണ, പറയേണ്ടത് എന്താണ്, പറയാൻ പാടില്ലാത്തത് എന്താണെന്ന് തിരിച്ചറിവില്ല. ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്ന് തിരിച്ചറിവില്ല. മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നുള്ള തിരിച്ചറിവില്ലായ്മ. മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്ന തിരിച്ചറിവില്ലായ്മ. ഗുരുക്കന്മാരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നുള്ള തിരിച്ചറിവില്ലായ്മ. ഇതെല്ലാം മോഹമാണ്. അപ്പൊ ഈ പറഞ്ഞ മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ ഒരു ശത്രുവാണത്. പിന്നുണ്ടാവുന്ന എന്താണ്? സമ്മോഹാത് സ്മൃതി വിഭ്രമ. ആ മോഹത്തിൽ നിന്ന് ഓർമ്മകേട് സംഭവിക്കും. അല്ലേ? ദേഷ്യമൊക്കെ വരുന്നവർ പറയാറുണ്ട്, എനിക്കിപ്പോൾ എന്താണെന്നറിയാൻ വയ്യ, പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് ഓർമ്മകേടുണ്ട് പല കാര്യങ്ങളിലും. അതൊരു ഉന്മാദാവസ്ഥ തന്നെയാണ്. ഇനി ആ ഓർമ്മകേട് എന്തിലേക്ക് പോകും? സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. ആ സ്മൃതിഭ്രംശം ബുദ്ധിനാശത്തിലേക്ക് പോകും. ബുദ്ധിംതു സാരഥിം വിധി എന്നാണ് കഠോപനിഷത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സാരഥിയാണ് ബുദ്ധി. ആ ബുദ്ധിക്കനുസരിച്ചായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ ബുദ്ധി നശിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ബുദ്ധി ആരുടെയെങ്കിലും തൃപ്പാദങ്ങളിൽ കൊണ്ട് പണയം വെച്ചാൽ, നമ്മുടെ തലയ്ക്കകത്ത് കയറിയിരുന്ന് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുത്താൽ, നമ്മുടെ ബുദ്ധിയെ നമ്മൾ തന്നെ വിനിയോഗിക്കണം. അങ്ങനെ വിനിയോഗിക്കാതെ ആ ബുദ്ധിക്ക് നാശം സംഭവിച്ചാൽ സർവനാശമാണ് മക്കളെ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ബുദ്ധിനാശാത് പ്രണശ്യതി എന്നാണ്. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, മത്സരാദികളായിട്ടുള്ള കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങള്, ആ ശത്രുക്കൾ നമ്മളെ പലപ്പോഴും കീഴ്പ്പെടുത്തി കളയും. അതിനെ മാറ്റിവെച്ചുകൊണ്ട് വേണം ലക്ഷ്മണ എൻ്റെ വാക്കുകൾ നീ കേൾക്കാനായിട്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. നോക്കുക, നമ്മൾ ഓരോരുത്തരും ആരുടെയെങ്കിലും ഉപദേശം സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ശത്രുതാഭാവത്തെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് വേണം. ഇനി നമ്മളൊരു ക്ലാസ്സിലിരിക്കുകയാണ്, അത് മനസ്സിലാക്കണമെങ്കിൽ, ശ്രദ്ധയുണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ 6 ശത്രുക്കളെയും മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ശ്രദ്ധയുണ്ടാവുകയുള്ളൂ. അല്ലേ? ഗീതയിൽ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് മാത്രമേ എന്ത് കിട്ടൂ? ജ്ഞാനം കിട്ടൂ. അല്ലേ? അവിടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനെ ശ്രദ്ധ ഉണ്ടാവൂ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ്. 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ അടക്കി വെക്കുന്നു. 5 അടക്കം, അച്ചടക്കം എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലേ? സ്കൂളുകളിലൊക്കെ അച്ചടക്കം വേണമെന്ന് പറയും. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ എന്നല്ല. ശരിക്കും നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളെ നമ്മളുടെ നിയന്ത്രണത്തിൽ നിർത്തണം. അത് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ ആകരുത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതിൽ നിന്നാണ് പഞ്ചവിഷയങ്ങൾ ഉണ്ടാവുന്നത്. ആ വിഷയങ്ങളെ അടക്കി നിർത്താൻ പറ്റണം.
അങ്ങനെ 5 എണ്ണത്തിനെ അടക്കി നിർത്താൻ കഴിയുമ്പോൾ നമ്മൾ അച്ചടക്കമുള്ള ആളായിട്ട് മാറും. അപ്പൊ ഈ ലക്ഷ്മണോപദേശം എന്ന ഭാഗം 1, 2, 3 ദിവസങ്ങളിലായിട്ട് തന്നെ വിശകലനം ചെയ്താലും അവസാനിക്കില്ല. അതുകൊണ്ട് ഇത് വരും ദിവസങ്ങളിൽ തുടരും. ഈ 8ാം ഭാഗം പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.